നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന ഒരു ലിസ്റ്റ് പുറത്തു വിട്ടിരുന്നു. ആ ലിസ്റ്റിൽ പല സിനിമകളുടെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണയും നഷ്ടക്കണക്കുകൾ മാത്രമാണ് സിനിമയ്ക്കുള്ളത്. ചെറിയ ഒന്ന് രണ്ട് സിനിമയുടെ വിജയക്കണക്കുകളുമുണ്ട്. ഈ നഷ്ടക്കണക്കുകൾ നികത്തുന്നത് കൊണ്ട് എന്താണ് സിനിമയ്ക്ക് പ്രയോജനമെന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. അവർ പറയുന്നത് ചില സിനിമകളുടെ വിജയം ബാക്കി സിനിമകളെല്ലാം പരാജയമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാത്ത ഇത്തരമൊരു രീതി തുടർന്നാൽ ഈ സിനിമാ മേഖല സ്തംഭിക്കുക തന്നെ ചെയ്യും. ഒരു മാറ്റവുമില്ല. സിനിമാ മേഖല സ്തംഭിക്കാനുള്ളതിൻ്റെ അതിനു വേണ്ടിയാണോ ഇത്തരം ഒരു കണക്കുകൾ പുറത്തുവിടുന്നത്? പക്ഷേ ഇവർ പറയുന്നത് കണക്കുകൾ പുറത്തുവിടുന്നത് പുതിയ സിനിമയുമായി വരുന്നവർക്ക് ഗുണം ചെയ്യുമെന്നാണ്. പക്ഷേ നല്ല സിനിമകളാണെങ്കിൽ അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം കൃത്യമായി പറഞ്ഞു. ജനുവരി മുതൽ നിങ്ങൾ കണക്കെഴുതിയ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ആവറേജ്, ഇങ്ങനെ കണക്കുകൾ പോകുന്ന സിനിമകൾ നമുക്കറിയാം. ജനുവരി 9 രേഖാചിത്രം എവിടെ എത്തിയിരിക്കുന്നു? സിനിമയുടെ വിജയം ഈ കൂട്ടത്തിൽ നമ്മൾ കാണണം. പരാജയങ്ങൾ മാത്രമേ സിനിമയുടെ വിജയം നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ രീതിയാണ്. നല്ല സുവർണകാലമാണ് മലയാള സിനിമയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി 20 ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി, മാർച്ച് 27 ഇറങ്ങിയ എമ്പുരാൻ, ഏപ്രിൽ 10 ഇറങ്ങിയ ആലപ്പുഴ ജിങ്കാന, ഏപ്രിൽ 25 തുടരും. അതുകൂടാതെ വേറെ സിനിമകളുണ്ട്. പൊന്മാൻ, ഒരു ജാതി ജാതകം, റൊമാൻസ്, മരണമാസ്, ബസൂക്ക. ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്നും കളക്ഷൻ കിട്ടിയ സിനിമകളാണ്. ഇതൊന്നും പരാജയപ്പെട്ടിട്ടില്ല. വിരലെണ്ണാവുന്ന സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഈ വിജയിച്ച സിനിമകളും ആവറേജും അതിനപ്പുറത്തേക്കും ലോ ആവറേജും ഒക്കെ ആയിട്ട് സിനിമകൾ വന്നു വെച്ചാൽ മുടക്കുമുതൽ കൂടുതൽ കിട്ടിയ സിനിമകളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൽ കൂടുതൽ സിനിമകളുണ്ട്. എൻ്റെ ഓർമ്മയിൽ വന്ന സിനിമകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമകൾ ഒരു സുവർണകാലമാണ് മലയാളത്തിന്. ഇത്രയും വർഷങ്ങൾക്ക് ഇടയിൽ കുറച്ച് നാളത്തിന് ശേഷം ഇത്രയും സുവർണകാലം വന്ന സിനിമയില്ല. കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകളുടെ പ്രസിഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വിജയകുമാർ പറഞ്ഞു, അതിനു മുമ്പ് പറഞ്ഞ എമ്പുരാൻ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ഉടമകളുടെ പ്രശ്നങ്ങളെല്ലാം തീരും, ബാധ്യത തീരും. അത് തീർന്നു എന്ന് പറയുന്നു അദ്ദേഹം. ഇന്നലെ എൻ്റെ അഭിമുഖത്തിൽ പറയുന്നു തുടരും സിനിമ വന്ന് ചരിത്രം കുറിക്കുന്നുവെന്ന്. അപ്പം അത്തരമുള്ള ഒരു സമയങ്ങളിൽ നിങ്ങൾ ഈ ചെറിയ ചെറിയ കണക്കുകൾ വിട്ടുകൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് ഗുണത്തിനപ്പുറം ദോഷം ചെയ്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പം ആട് 3 ഷൂട്ട് തുടങ്ങാൻ പോകുന്നു, പ്രേമലുവിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. പക്ഷേ ഇതിനൊക്കെ പല വേറെയും സിനിമകൾ ഷൂട്ട് തുടങ്ങുന്നു. ഇവരൊക്കെ പുറത്തുനിന്ന് ഇൻവെസ്റ്റർമാർ വരുന്നു. വലിയ വലിയ സിനിമകളാണ്. ആ ഇൻവെസ്റ്റർമാരൊക്കെ ഒഴിവായി. കാരണം നഷ്ടക്കണക്കുകൾ കേട്ട് അവർ പിന്തിരിഞ്ഞ് ഓടിയിരിക്കുകയാണ്. അപ്പോൾ മലയാള സിനിമ സ്തംഭിക്കുമെന്നാണ് ഇതിൽ കൂടുതൽ മനസ്സിലാകുന്നത്. ഇനി ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോയാൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 4-5 പ്രൊഡ്യൂസർമാർ കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ മെയിനായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കോടതിയിലേക്ക് ഇനി അടുത്ത മാസം ഇതുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പോകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അവർ കോടതിയിൽ പോകും, കോടതിയിൽ മൂവ് ചെയ്യും. ഇത്തരം ഒരു കണക്കുകൾ പുറത്തുവിട്ടാൽ കോടതിയിൽ മൂവ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിർമ്മാതാക്കൾ പറയുന്ന ഈ കണക്കുകൾ പുറത്തുവിടാനുള്ള സാഹചര്യമുണ്ടായ താരങ്ങൾ ശമ്പളം കുറയ്ക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ നഷ്ടക്കണക്കുകൾ കൊടുത്തുകൊണ്ട് താരങ്ങൾ ശമ്പളം കുറയ്ക്കണമെന്നുള്ള നിലയിലേക്കാണ് ഇവർ പോയത്. പക്ഷേ അത് ഗുണത്തിന്മേൽ ദോഷമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല സിനിമകൾ ചെയ്ത സന്തോഷ് കുരുവിള എന്ന പ്രൊഡ്യൂസറിൻ്റെ പോസ്റ്റ്, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം അതിനകത്ത് കുറേ വാക്കുകൾ എഴുതിച്ചേർത്തു. അത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കും അവഹേളനമില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടാണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസർ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കേരളം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടു. അതിന് നിരവധി ആളുകൾ പിന്തുണയായിട്ടൊന്ന്. ഇപ്പം നടൻ ബാബുരാജൊക്കെ ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. അപ്പം ഇതൊക്കെ അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ സിനിമാ മേഖലയിലുള്ളവരുടെ കമൻറ്റുകളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം. സിനിമയെ പരിഹസിക്കുന്ന നിലയിലേക്ക് പോകരുത്. ഈ സിനിമാ വ്യവസായം നിന്നു പോകരുതെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. സിനിമ എന്നതൊരു കലയാണ്. ആ കല കാണാൻ നിരവധി ആളുകൾ, അതിൻ്റെയൊക്കെ തെളിവാണ് ഇപ്പോൾ തുടരും സിനിമയിലൊക്കെ ആളുകൾ പ്രായഭേദ വ്യത്യാസമില്ലാതെ ആളുകൾ ഇടിച്ചു കയറുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ കണക്കുകൾ വിട്ട് സിനിമാ മേഖലയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നിർത്തണമെന്നാണ് പൊതുവെ ഉള്ള ചർച്ച എന്ന കാര്യത്തിലുള്ള. ഇന്നലെ സന്തോഷ് കുരുവിളയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു 3-4 പോയിന്റ് ഞാൻ വായിക്കാം. അദ്ദേഹം എഴുതിയ ആ പേജിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പ്രഷർ കണ്ടിട്ടുണ്ടെങ്കിലും പറയാണ്.
തലക്കെട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും രസമാണ്. വെയ് രാജ വെയ്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 16. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ മുച്ചീട്ട് കളിക്കോ മറ്റു വല്ല ചൂതാട്ടങ്ങൾക്കോ പോകണം. നിർമ്മാതാക്കളുടെ സംഘടനയാണ് പറഞ്ഞിരിക്കുന്നത്. സംഘടനയ്ക്കെതിരെയുള്ള ഒരു കുറിപ്പാണിത്. നിങ്ങൾ ചൂതാട്ടങ്ങളിലേക്ക് പോകുന്നത്, നിങ്ങൾ സിനിമ എടുക്കാൻ നിൽക്കണ്ട. സിനിമ നഷ്ടവും ലാഭവും ഉണ്ടാകാം, അത് ആ പ്രൊഡ്യൂസർമാർ തീരുമാനിച്ചോട്ടെ. നിങ്ങളെന്തിന് ഇതിൻ്റെ ചെലവും കാര്യങ്ങളും നിങ്ങൾ പുറത്തുവിടുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പിന്നെയുണ്ട്, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ മാസ അവലോകന റിപ്പോർട്ടുകൾ അത് വളരെ കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലുള്ളതാണ്. ഈ കണക്കുകൾ പുറത്തിട്ട് അലക്കാൻ ഇവരെയൊക്കെ ആരാണ് ഏൽപ്പിച്ചതെന്നറിയില്ല. നിർമ്മാതാക്കളുടെ സംഘടന ഇവരൊക്കെ ആരാണ് ഏൽപ്പിച്ച് ഈ കണക്ക് കൊടുക്കുന്നത്? വളരെ രഹസ്യ സ്വഭാവമുള്ള കണക്കുകളാണ്. അത് പുറത്തു വിടാൻ ഇവരെ ആരെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യചിഹ്നം സന്തോഷ് കുരുവിള ഉയർത്തുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒന്നാം തരം ഏഭ്യത്തരം. നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടുതലൊന്നും വായിക്കേണ്ട, അത് വായിച്ചവർക്കറിയാം ഇത് കൂടുതൽ എന്ത് വായിക്കാം. അതിനകത്ത് അവസാനം എഴുതിയേക്കണ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ പാമ്പുകൾ കരഞ്ഞുകൊള്ളും, പാമ്പാട്ടികൾ കരയേണ്ടതില്ല. ഗംഭീര ഉദാഹരണമാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ കളിയാക്കാനൊന്നുമില്ല. സന്തോഷ് കുരുവിളയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് സിനിമാ മേഖലയിൽ നിന്നും വന്നിരിക്കുന്നത്. മാറ്റമില്ലാത്തത് എന്തിനാണ്? സിനിമകൾ മാറട്ടെ, നിക്ഷേപ സാധ്യതകൾ മാറട്ടെ, ഈ രംഗം മാനം വിട്ട് വളരട്ടെ, ചില്ലുമേടിലിരുന്ന് കല്ലെറിയരുത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ചെറിയ ഭാഗങ്ങൾ. ഇതിലും ഗംഭീരമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന 57, ഇപ്പം ഞാൻ നോക്കുമ്പോൾ 57 ഷെയർ ആയിരിക്കുന്നു. അതുപോലെ കമൻറ്റുകൾ നിരന്തരം വന്നിരിക്കുന്നു. അത് ഗംഭീരമാണ്. എന്തായാലും സിനിമാ മേഖലയിൽ ഇത്തരമൊരു പ്രവണത ഉണ്ടാകാതിരിക്കണം. അത് കഴിഞ്ഞ തവണ ആ സിനിമ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുണ്ടായിരുന്നു. ഇത്തരം കണക്കുകൾ പുറത്തുവിടൽ 2 അഭിപ്രായം വന്നിരുന്നു. എന്നാൽ ഭൂരിഭാഗം അഭിപ്രായം ഇത് പോകണം. സിനിമ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ട് ഇരിക്കുന്നവർക്ക് ഇത്തരം കണക്കുകൾ പുറത്തുവിടുന്നതിൽ യാതൊരു യോജിപ്പുമില്ലാത്ത നിലയിലേക്കാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഇത്തരം കണക്കുകൾ പുറത്തുവിട്ടാൽ തീർച്ചയായിട്ടും കോടതിയിൽ പോകാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പേര് ചെയ്തുകൊണ്ട് ഞാൻ പേര് പുറത്തുവിടുന്നില്ല, അത് വിടുന്നത് ശരിയുമല്ല. ആ പേരുള്ളവർ കോടതിയിൽ പോകും. അവർ കൂടുതൽ ആളുകളെ കൂട്ടി കോടതിയിൽ പോകാനാണ് ശ്രമിക്കുന്നത്. പല സിനിമകളും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ പോലും OTT ബിസിനസ് നടക്കുന്ന. അപ്പോൾ ഈ സിനിമയുടെ കണക്ക് പുറത്ത് ഇത് ഭയങ്കര നഷ്ടമാണെന്ന് പറയുമ്പോൾ OTT ബിസിനസ്സും സാറ്റലൈറ്റ് ബിസിനസ്സും ഔട്ട്റൈറ്റ് ബിസിനസ്സും ഒന്നും നടക്കാതെ ബുദ്ധിമുട്ടുന്ന പ്രൊഡ്യൂസർമാരുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു സിനിമയെ ആ തിയേറ്ററിൽ ഓടിത്ത് കിട്ടുന്ന കളക്ഷൻ അത് അവർ തൃപ്തിപ്പെടട്ടെ. അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രേക്ഷകർ കയറില്ല. സിനിമ നല്ല കഥകൾ കൊടുത്താൽ പ്രേക്ഷകർ ഇരച്ചു കയറുന്ന ഒരു വസന്തകാലമാണ് സിനിമയുടെ. ആ വസന്തകാലത്തിൽ ഇത്തരം കണക്കുകൾ പുറത്തു വിട്ടുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യവശങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യണം. നിർമ്മാതാക്കളുടെ സംഘടന ഉദ്ദേശ ശുദ്ധി മനസ്സിലാവുന്നു. ഇവർ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് അത് നല്ലതാകുന്നില്ല, അത് സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, സിനിമ നഷ്ടത്തിലേക്ക് തന്നെ പോകുന്ന നിലയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇനി ഇത്തരം ഒരു കണക്കുകൾ പുറത്തുവിട്ടാൽ വലിയ രീതിയിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് എനിക്ക് പല നിർമ്മാതാക്കളുടെ ഫോൺ കോളിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായി വരും. എന്തായാലും കാക്കാം, നമുക്ക് സിനിമാ വ്യവസായത്തെ നശിപ്പിക്കുന്ന നിലയിലേക്ക് ആരിടപെട്ടാലും അത് എതിർക്കേണ്ടതായി വരും. സിനിമ നല്ലത് കൊടുത്താൽ പ്രേക്ഷകർ സിനിമയ്ക്ക് കയറുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ചില സിനിമകൾ വന്നിട്ട് സൂപ്പർ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതും മോഹൻലാലിൻ്റെ തുടരുമെന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകൾ നിറഞ്ഞോടുന്നതും. അപ്പോൾ സിനിമ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്ര കണക്കുകൾ വിട്ടുകഴിഞ്ഞാൽ സിനിമ തുടരാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തുടരാനുള്ള അനുമതി നിങ്ങൾ കണക്കുകൾ പുറത്തുവിടാതെ തുടരുന്ന സിനിമയോടൊപ്പം കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് ഈ വീഡിയോയുമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.